സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളത്തിളക്കം കൂടുകയാണ്. ഇത്തവണയും ഏറെ മലയാളികൾ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കി. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സിവിൽ സർവീസ് മോഹങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ഗാലന്റ് IAS അക്കാഡമി. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗാലന്റ് IAS അക്കാഡമിയിലാണ്. സിവിൽ സർവീസ് ഒരുക്കങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് അക്കാഡമി ഡയറക്ടറും ഫാക്കൽറ്റീസും വിദ്യാർത്ഥികളും ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. അക്കാഡമി ഡയറക്ടർ ജസ്റ്റിൻ നമുക്കൊപ്പം ചേരുന്നു. സർ, നമസ്കാരം. നമസ്കാരം. ഓരോ വർഷം തോറും നിരവധി കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഒരു സ്ഥാപനമാണ്, ഒരുപാട് കുട്ടികൾ വരുന്ന സ്ഥാപനമാണ്. എന്താണ് സ്ഥാപനത്തിന്റെ ശരിക്കുമുള്ള ഒരു മോട്ടിവേഷൻ? 2019 ഗാലന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ആർ സോ ഹാപ്പി ദാറ്റ് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ IAS, IPS, IFS, IRS ഒക്കെ ഉൾപ്പെടുന്ന 100+ റിസൾട്ട്സ് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗാലന്റിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് കാണുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തിൽ ഒത്തിരി പേര് സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലപ്പം ചില മൂവീസ് ആയിരിക്കും അവരുടെ മോട്ടിവേഷൻ. IAS ആവാനും IPS ആവാനും IFS ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ശരിക്കും പല കാരണങ്ങൾ കൊണ്ട്, മേ ബി സാമ്പത്തികം ഒരു തടസ്സമായിരിക്കാം, നല്ല ഗൈഡൻസ് ഇല്ലായ്മ മറ്റൊരു ഇഷ്യൂ ആയിരിക്കാം, പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്ക്, ഇതൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് ദേ ആർ വെരി ഡിസേർവിങ്, വെരി പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന കുട്ടികളെ സ്കോളർഷിപ്സോട് കൂടി ഈ പറയുന്ന IAS, IPS അല്ലെങ്കിൽ IFS എന്നുള്ള അവരുടെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഗാലന്റ് IAS അക്കാദമി. UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇതാണ്. അതായത് IAS ആവണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധി, സോക്കോൾഡ് വലിയ ബുദ്ധി വേണം, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ കൈൻഡ് ഓഫ് IQ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. സിവിൽ സർവൻ്റ് ആവാൻ നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ടോപ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ആൾക്കാരും ഈ പറയുന്ന ചിലപ്പോൾ അവർ എന്താ പറയുക സ്കൂളിലോ കോളേജിലൊന്നും അങ്ങനെ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരല്ല. പക്ഷെ കമ്മിങ് ടു ദിസ്, ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുന്ന 6th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചു വരുന്ന ഒരുപാട് NCERT സബ്ജക്ട്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ബേസിക്സിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അതിനെ കറണ്ട് അഫേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ഫണ്ടമെൻ്റൽ തിങ്, ബേസിക് തിങ്സ് ഐ വുഡ് സേ യുവർ ഇൻട്രസ്റ്റ് ഈസ്, യുവർ പാഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ക്യൂരിയോസിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ദ സോ കോൾഡ് ഐൻസ്റ്റീൻ IQ. ഓരോ സ്റ്റുഡൻറ്റിനും വ്യത്യസ്തമായ രീതിയിലുള്ള ഗ്രാസ്പിംഗ് പവർ ആണുള്ളത്. അതെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് കോച്ചിങ് നൽകുന്നത്? ചില കുട്ടികൾ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കും, ചിലർക്ക് മൾട്ടിപ്പിൾ തവണ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു സ്പീഡ് ഓഫ് ഗ്രാസ്പിംഗ് എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ സ്ഥിരത ഇതിൽ മാറ്റർ ചെയ്യുന്നു. ഒരു ഓഫീസർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതികളെക്കുറിച്ച് നല്ല ബോധ്യം വേണം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം, എൻവയോൺമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി, കോൺസ്റ്റിറ്റ്യൂഷണലി എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പം ഒരു സിവിൽ സർവൻ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ കണക്റ്റ് ആവേണ്ടത്, ഇത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഈ സിലബസിലുള്ളൂ. അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഐ വുഡ് സേ ദാറ്റ് റാദർ ദാൻ ദ സ്പീഡ് ഫാക്ടർ, ദാറ്റ് കൺസിസ്റ്റൻസി ഫാക്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരേ കാര്യം ഒരുപാട് തവണ വായിച്ചോളൂ, നോ ഇഷ്യൂസ്. ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ദ ടെക്സ്റ്റ് ബുക്സ്, മെറ്റീരിയൽസ് ആൻഡ് കോച്ചിങ് നോട്ട്സ് എക്സെട്ര, നിങ്ങൾക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ആദർ, ഓർ മേ ബി ബുക്സോ മെറ്റീരിയൽസോ നോട്ട്സോ ആദർ, അതിനെ മൾട്ടിപ്പിൾ തവണ റിവൈസ് ചെയ്യും. മൾട്ടിപ്പിൾ തവണ റിവൈസ് ചെയ്ത് അതിൽ നിങ്ങൾ മാസ്റ്റർ ആവും. കാരണം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും 80% ഇവിടെ ചോദിക്കുന്നത്. അത് പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ. ഇതിന് കൃത്യമായ ഒരു സമയനിഷ്ഠ നമ്മൾ പാലിക്കേണ്ടതുണ്ടോ? ഇത്ര സമയം തൊട്ട് ഇത്ര വരെ പഠിക്കണം? എക്സാക്ട്ലി. അതും സബ്ജക്റ്റീവാണ്. ഇറ്റ്സ് ലൈക്ക് നമുക്കറിയാലോ, ഇപ്പോൾ ഗാലന്റിൽ ക്ലിയർ ചെയ്തിരിക്കുന്ന കുറേ പേര് ജോലിയോടൊപ്പം ബാലൻസ് ചെയ്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ചെയ്തവരാണ്. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഇനിയിപ്പോൾ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒരു 4 to 6 hours മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ഏതൊരു ആസ്പിറൻറ്റിനും അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോർണിംഗ് അവേഴ്സും അല്ലെങ്കിൽ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് അവേഴ്സൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 45 minutes സ്ലോട്ടായിട്ട് 3-4 സ്ലോട്ടുകൾ നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ദറ്റ് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഡെയിലി ഒരു 4 to 6 hours നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ക്ലിയർ ഇറ്റ് ഇൻ ഫസ്റ്റ്
ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ്. അങ്ങനെ ക്ലിയർ ചെയ്തവർ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ക്ലിയർ ചെയ്ത ദർ ഈസ് എ പുരുഷോത്തം, ദർ ഈസ് പത്മജ, ദർ ആർ ലോട്ട്സ് ഓഫ് പീപ്പിൾ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ് ദേ ക്ലിയർഡ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഫാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ഗൈഡൻസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് പ്രാക്ടീസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. UPSC പ്രിപ്പറേഷനിലെ കോച്ചിങ്ങിന്റെ അനിവാര്യതയെ കുറിച്ച് പറയാൻ പറ്റും? ഈ കോച്ചിങ് എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമല്ല. കോച്ചിങ് നെസസറി ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ എ ഫ്രഷർ ഓർ യു ആർ ടോട്ടലി കൺഫ്യൂസ്ഡ് വിത്ത്, യു ആർ ഇൻ എ ഡയലമ. ഫ്രം കാശ്മീർ ടു കന്യാകുമാരി യു കളക്റ്റഡ് ഓൾ ദ ബുക്സ്, ബട്ട് യു ആർ കൺഫ്യൂസ്ഡ് വെയർ ടു ഫോക്കസ്, വാട്ട് ടു പ്രയോറിറ്റൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കോച്ചിങ് വേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സസും അറിഞ്ഞ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം, അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ആയിരിക്കണം. നമ്മളൊരു ക്രൗഡിൽ പോയി ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീൻ്റെ ക്ലാസ് കേട്ടത് കൊണ്ടോ നമ്മൾ IAS ആവുന്നില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ ഇൻഡിവിജ്വലി നമ്മുടെ പ്ലസ് എന്താണ്, മൈനസ് എന്താണ്, നമ്മുടെ പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ഒപ്പം സമയം ചെലവഴിച്ച് നമ്മളെ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സോക്കോൾഡ് എക്കോസിസ്റ്റം നമുക്ക് വേണം. അങ്ങനെ ഒരു ഗൈഡൻസ് മെക്കാനിസം ഉണ്ടെങ്കിൽ കോച്ചിങ്, ഒബ്വിയസ്ലി കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി അതല്ല, ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ അക്കാഡമിക്ക് എത്ര ബാച്ച് ഉണ്ട്, അതിൽ എത്ര കുട്ടികളുണ്ട്, എങ്ങനെയാണ് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത്? നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഗാലന്റിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ആഗ്രഹിച്ച് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, സ്കോളർഷിപ്സോട് കൂടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ച് അവരുടെ ഒപ്പം സഞ്ചരിച്ച് അവരെ സർവീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷൻ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു വർഷം നമ്മൾ റൺ ചെയ്യുന്നത്, ഇപ്പം ഈ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഇപ്പോൾ ഈ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടി ഇപ്പോൾ അവരുടെ എക്സാം കഴിഞ്ഞ പാടെ നമ്മളൊരു പുതിയ ബാച്ച് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ഒരു ബാച്ച് വരുന്നത് മോസ്റ്റ്ലി ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും. അതൊരു കോമ്പാക്റ്റ് സൈസാണ്. അതായത് നമുക്കറിയാലോ, ഇപ്പോൾ ഒരുപാട് പേര് ഒരു ബാച്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആർക്കും കിട്ടത്തില്ല. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പേഴ്സണൽ കെയർ ഉറപ്പുവരുത്താൻ വേണ്ടി സൈസിൻ്റെ ഒരു എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത് വി ലിമിറ്റഡ് ടു 40 to 50 സ്റ്റുഡൻസ് ഓൺലി, സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഇൻഡിവിജ്വൽ കെയർ, കസ്റ്റമൈസ്ഡ് സ്കെഡ്യൂൾസ് ആൻഡ് എവറിത്തിങ്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഹൈബ്രിഡ് പ്രോഗ്രാംസ് മോഡ്സ് അത് ഓൺലൈൻ സ്റ്റുഡൻസിനും വർക്കിംഗ് പ്രൊഫഷണൽസിനും ഹോം മേക്കേഴ്സിനൊക്കെ എന്താ പറയുക ബാലൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ബാച്ചസും ഹൈബ്രിഡ് പ്രോഗ്രാംസും അതിനോടൊപ്പം ഓപ്ഷണൽസ് ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി, മലയാളം, സോഷ്യോളജി പോലുള്ള ഓപ്ഷണൽ സബ്ജക്ട്സും ഗാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്ലസ് ഇപ്പം ഒരു വർഷം കോച്ചിങ് എടുത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് മാത്രം മതിയെങ്കിൽ, പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ മെൻറ്റർഷിപ്സ് മാത്രമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. കുട്ടികൾക്ക് കോർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ അവൈലബിൾ ചെയ്യുന്നത്? നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓരോർക്കും പേഴ്സണൽ മെൻറ്ററെ അസൈൻ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഈ പേഴ്സണൽ മെൻറ്ററോടൊപ്പമുള്ള യാത്രയാണ്. ഇപ്പോൾ പേഴ്സണൽ മെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ, CSAT പോർഷൻ ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഡീകോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേഴ്സണൽ മെൻറ്റർ സംവിധാനം. പ്രോബബ്ലി ഐ തിങ്ക് അത് ഇന്ത്യയിൽ ഒരുവിധം അക്കാദമീസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് ഈ പേഴ്സണൽ മെൻറ്റർഷിപ്പാണ്. അതിനോടൊപ്പം അവർക്ക് റീഡിംഗ് റൂം സംവിധാനങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസ്, റിവിഷൻ പ്രോഗ്രാംസ്, ടെസ്റ്റ് സീരീസ്, അങ്ങനെ ഒരു കോച്ചിങ്ങിന് അനിവാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ അനിവാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഓൾസോ. നമ്മൾ നേരിട്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള സംവിധാനങ്ങളും ഗാലന്റ് ഒരുക്കുന്നുണ്ട്. സാറിനോട് സംസാരിച്ചു, സാർ പറഞ്ഞിരുന്നു കൂടുതലും പെൺകുട്ടികളാണ് പഠിക്കാനുള്ളത്. അതിന്റെ പിറകെങ്കിലും ഒരു ഫോക്കസ് വുമൺ എംപവർമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഗാലന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, you see that women is equally powerful as men, you see, അല്ലെങ്കിൽ അവരെക്കാളും പവർഫുൾ ആണ്. യു സി ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ദിശാബോധം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സോഷ്യൽ മെസ്സേജാണ് ഈ റിസൾട്ട്സ്. ഇപ്പോൾ നമുക്ക് ഈ 100+ റിസൾട്ട്സിൽ മെജോറിറ്റി റിസൾട്ട്സും ലൈക്ക് പെൺകുട്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൗഡ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഒന്നെങ്കിൽ ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആസ് എ ഹോം മേക്കർ ഈ പ്രിപ്പറേഷനും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത്, ഇപ്പോൾ കുട്ടികളെ നോക്കലും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജോലി, ഇതെല്ലാം ബാലൻസ് ചെയ്ത് പഠിച്ചു നേടിയെടുത്തു എന്ന് പറയുന്നത് വലിയൊരു മെസ്സേജാണ്. ഡെഫിനറ്റ്ലി വി ബിലീവ് ഇൻ ദാറ്റ് സോഷ്യൽ എംപവർമെൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ, ഞാൻ പറഞ്ഞില്ല, അതും നമ്മുടെ ഒരു ഡ്രീമാണ്. ആഗ്രഹിക്കുന്ന
സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഇതിലേക്ക് എത്താൻ പറ്റുന്ന കുട്ടികൾ സോഷ്യലി എക്കണോമിക്കലി വാട്ട് എവർ ദ തിങ്സ് എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അവരെ ഇതിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് അവരെ സർവീസിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഗാലൻറ്റിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. മെന്റേഴ്സിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മെൻറ്റേഴ്സ്, അത് ഈ പാറ്റേണായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ റിസപ്റ്റീവ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി പൂൾ, അതിലാണ് ഗാലൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഗാലൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത്. ഇതുവരെ എത്ര പേർക്ക് സിവിൽ സർവീസ് എന്ന സ്വപ്നം നേടിയെടുക്കാൻ സാധിച്ചു? 2019 തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ജേണിയിൽ 100+ സ്റ്റുഡൻസ് ഗാലൻറ്റ് IAS നിന്ന് ഈ പറയുന്ന സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത് പല കാഡർലൈറ്റ് സർവീസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദേ ആർ അണ്ടർ ട്രെയിനിങ്. അപ്പോൾ അതിൽ പലരും, ഇപ്പോൾ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന കുറേ പേരുണ്ട്. വിദ്യാൻഷു 59th റാങ്ക്, അല്ലെങ്കിൽ രജത് ഈസ് ദർ, നിഖിൽ ശർമ്മ ഈസ് ദർ, സോ മെനി പീപ്പിൾ. അപ്പോൾ ഇവരെല്ലാം സെറ്റ് ചെയ്യുന്ന ഒരു മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ദ സ്ക്രാച്ച്, ഇഫ് യു ഹാവ് ഡെഡിക്കേഷൻ, പാഷൻ, യു ഹാവ് കൺസിസ്റ്റൻസി, from the scratch you can start and you can crack this exam. They all are giving a strong message that civil service is possible for everyone, provided you have, ഞാൻ ആദ്യം പറഞ്ഞ ഈ കൺസിസ്റ്റൻസി, ക്ലാരിറ്റി ആൻഡ് ക്യൂരിയോസിറ്റി എലമെന്റ്സ് ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. IAS IPS സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ഗാലൻറ്റ് IASന്റെ വിഷൻ 100-ൽ പകരം റിസൾട്ട് ഗാലൻറ്റ് IASന് നേടുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. Thank you Gallant IAS for all the support throughout my UPSC journey, and especially during my interview guidance and interview preparation. Thank you so much for all the support. 2022 മുതൽ വർക്കിംഗ് ബാച്ചിൽ ഞാൻ അസോസിയേറ്റഡ് ആയിരുന്നു. അല്ലാതെ എന്നെ ഏറ്റവും അധികം സഹായിച്ച അതിനകത്ത് ജസ്റ്റിൻ സാറാണ്. കാര്യം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് വളരെയധികം സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഹിസ്റ്ററി പോലുള്ള വലിയ സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കാൻ, ലൈക്ക് റെഫർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സോഴ്സസ് ഒക്കെ പഠിച്ചു തീർക്കാൻ എനിക്ക് കുറേ അധികം കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് സാറിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. സ്കോളർഷിപ്പ് എക്സാമിൽ ഒരു പൈസ പോലും മേടിക്കാതെയാണ് സാർ എനിക്ക് മെന്റർഷിപ്പ് തന്നതും ബാച്ചിലോട്ട് അഡ്മിഷൻ തന്നതും. അപ്പം ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ഐ എം താങ്ക്ഫുൾ ടു ജസ്റ്റിൻ സർ. ഞാൻ ഈ ജേണിയിൽ വന്നിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ഈ സക്സസ് ജേണിയിൽ എൻ്റെ കൂടെ ഗാലൻറ്റ് IASും ജസ്റ്റിൻ സാറും ഉണ്ടായിരുന്നു. തുടക്കക്കാർക്കും പിന്നെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റാത്തവർക്കും, നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പിൻ പോയിന്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ക്യാൻ പ്രോമിസ് യു ദാറ്റ് ഗാലൻറ്റ് IAS വളരെയധികം നല്ലൊരു എക്സ്പെർട്ട് പൂൾ ഓഫ് ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്ലിംസും മെയിൻസും ഇന്റർവ്യൂസിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ സമയത്താണ് ഗാലൻറ്റുമായിട്ടും ജസ്റ്റിൻ സാറുമായിട്ടും പരിചയപ്പെടുകയും സാറിന്റെ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. രമിത് ചെന്നിത്തല സാർ, അതേപോലെ ദിലീപ് കാനിക്കര സാറുമായിട്ടുള്ള സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഡയറക്ട്ലി ഫ്രം ഓഫീസേഴ്സിന്റെ ഒരുപാട് ഇൻപുട്സ് കിട്ടുന്ന ഒന്നായിരുന്നു. ഞാൻ വളരെ അൺഡിസിപ്ലിൻഡ് ആയിട്ട് അൺസ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പോയി എന്റെ ചില ക്ലാസ്സസ് എനിക്ക് ഡെഫിസിറ്റ് ഉള്ള ഏരിയാസ് കണ്ടെത്തിയിട്ട് ഏതെങ്കിലും അക്കാഡമി പോയി ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് മാക്സിമം അറ്റൻഷൻ കൊടുത്ത് പഠിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഗാലന്റിനെ കണ്ടെത്തുന്നത്. I would like to thank Gallant IAS for the support and guidance they provided during my course of preparation. Previously in Indian Forest Service Exam 2023, I had secured 5th rank and I had been in touch with Justin George sir. So my again gratitude to the sir and to the coaching institute, and my best wishes to the students. And I'm deeply thankful for the Gallant IAS for making this possible for me to score good marks in botany to sail through the examination. I would especially like to thank Morrison Job sir, who was an excellent mentor for the preparation. ഗാലന്റിൻ്റെ ടെസ്റ്റ് സീരീസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. മെയിൻസ് ഇൻ്റർവ്യൂ പോയിട്ടുള്ള ഒരു ടീം തന്നെ ഇതിന് പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ഗാലന്റ് ടെസ്റ്റ് സീരീസിനും ഉള്ളത്. എനിക്ക് ഗാലന്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽഡ് ആയാലും പിന്നീടുള്ള ഓരോ അറ്റംപ്റ്റിലും ഗാലന്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഓരോ സബ്ജക്റ്റിനും എക്സാം ഡ്രിവണിലെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗാലന്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പാണ്. സിലബസ് ഒക്കെ നന്നായി ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സബ്ജക്റ്റ് എല്ലാം എൻ്റെ UPSC ജേർണി ഫുള്ള് സ്മൂത്താക്കി തന്നിരുന്നു.
അടുത്തായി നമുക്കൊപ്പം ചേരുന്നത് ഗാലന്റ് IAS അക്കാഡമിയിലെ ഫാക്കൽറ്റിയാണ്. ആസ് എ മെന്റർ എങ്ങനെയാണ് കുട്ടികളെ നിങ്ങൾ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്നത്? ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് ആൻ ഓൺബോർഡിംഗ് മെന്റർഷിപ്പ്. ഒരു കുട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർലി ഒരു അസസ്മെന്റ് വേണം. അതായത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഏത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പഠിക്കുന്നത്, എന്താണ് പഠിച്ചിട്ടുള്ളത്, പ്രയർ ആയിട്ടുള്ള UPSCനെ പറ്റിയിട്ടുള്ള നോളജ് എന്താണ്, ഇതൊക്കെ അസസ് ചെയ്തതിന് ശേഷം ഒരു മെട്രിക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഇത് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. UPSC പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് വരുന്നത് നമ്മുടെ 6th to 12th ഉള്ള NCERTs ആണ്. അപ്പം ജനറലി സ്റ്റുഡൻസ് വരുന്നത് ആ ഒരു നോളജ് ഡെഫിസിറ്റ് ഉള്ളത് കൊണ്ട് വി ഗോ ഫോർ എൻ NCERT കോഴ്സ് ഓഫ് 1 or 1.5 months. വൺസ് ആ ബേസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോർമൽ ക്ലാസ്സിലേക്ക് വരും. നോർമൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊരു 3 ട്രാഞ്ച് ആയിട്ടാണ് നമ്മൾ തിരിക്കുക. വി ഹാവ് അവർ ഫസ്റ്റ് ട്രാഞ്ച് ഫ്രോം ദി അക്കോർഡിംഗ് ടു ബാച്ചസ് മാറും, ബട്ട് 3 months ആയിരിക്കും നമ്മൾ ട്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പ്രിലിംസും മെയിൻസും സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഡീൽ ചെയ്യും. സെക്കൻഡ് നമ്മൾ മെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് ലെഗിൽ നമ്മൾ പ്രിലിംസ് ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട്സ് ക്ലോഷർ നടത്തും. അങ്ങനെ 3 ട്രാഞ്ച് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് സ്ട്രാറ്റജിക് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുക. ഓരോ കുട്ടിക്കും അവർക്ക് എന്താണോ അവരുടെ റിക്വയർമെന്റ്. ഇപ്പം ചിലർ എക്കണോമിക്സിൽ ഭയങ്കര വീക്ക് ആയിരിക്കും, ചിലർ പോളിറ്റിയിലായിരിക്കും, ചിലർ ജോഗ്രഫിയിലായിരിക്കും. അപ്പോൾ ഓരോ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് അവർ വീക്ക്, ആ സബ്ജക്റ്റിന് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കെയർ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടുതൽ കുട്ടികളും പെൺകുട്ടികളാണ്. പലരും കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, പഠനത്തോടൊപ്പം തന്നെ അവരെ ആ ഒരു പ്രോസസ്സിൽ നിലനിർത്തുക എന്നുള്ളത് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വളരെ ഫ്രീക്വന്റ് ആയിട്ട് പഠനം മാത്രമല്ല അതിനുപരിയായിട്ടുള്ള അവർക്കൊരു മോട്ടിവേഷനും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. വളരെ കോൺസ്റ്റന്റ്ലി ഞങ്ങളെ എല്ലാ ദിവസവും വിളിക്കുന്ന, ഞങ്ങളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്ന കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു അക്കാദമിക് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് തുടങ്ങുന്ന ആ ഡേ തൊട്ട് എല്ലാ വീക്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് വീക്കിന്റെ എക്സാം നടത്തുന്നുണ്ട്. അതായത് എല്ലാ മന്തിലും ആ മന്തിന്റെ എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാ 6 മന്തിലും ആ 6 മന്തിന്റെ എക്സാം ഓറിയന്റഡ് സബ്ജക്റ്റുകൾ നടത്തുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പം UPSCക്ക് ഏറ്റവും ആവശ്യം മെയിൻസ് ആർട്ടാണ്. അതായത് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ആർട്ടാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് 100 days ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി 100 days പ്രിലിംസ് പ്രോഗ്രാം തന്നെ ഡെഡിക്കേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പ്രിലിംസ് ക്ലിയർ ചെയ്യിപ്പിക്കുക, മെയിൻസ് ക്ലിയർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വരുത്തുക എന്ന് മാത്രമല്ല, അതിനപ്പുറം ഉള്ളൊരു ലക്ഷ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. ഇപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും PYQസിൻ്റെ ഡിസ്കഷൻ, മെയിൻസിനും ഇൻ്റർവ്യൂവിനും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മേ ബി മോക്ക് ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ടാവും. ഞങ്ങൾ ജാം പോലത്തെയുള്ള കോൺടെസ്റ്റ് നടത്തി കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസിന് ഞങ്ങൾ അവരെ അടുത്തുള്ള ഓർഫനേജസ് അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയി ഭാവി ഇവരെ സിവിൽ സർവൻസ് ആക്കാനുള്ള പ്രിപ്പറേഷനോടൊപ്പം തന്നെ ആസ് എ സിവിൽ സർവൻറ്റ് സോഷ്യലി കമ്മിറ്റഡ് ആക്കാനുള്ള ഒരു അപ്രോച്ചും കൂടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻസേഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സിലബസിൽ തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുകയും നമുക്കതൊരു സ്കോറിംഗ് ആയിട്ട് മാറ്റുകയും ചെയ്യാനായിട്ട് പറ്റും. Thank you, Gallant IAS. So thankful to the Academy and Justice. എൻ്റെ കൂടെ ഗാലന്റ് IASും ജസ്റ്റിൻ സാറും ഉണ്ടായിരുന്നു. Thank Gallant IAS for the interview guidance program. ഞാൻ ഗാലന്റിനെ കണ്ടെത്തുന്നത്. I would like to thank Gallant IAS. And I'm deeply thankful for the Gallant IAS.